ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ 20-കാരിയെ അവശനിലയിൽ കണ്ടെത്തി. കഴുത്തിൽ കയർമുറിയ നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് യുവാവ് എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. പെൺകുട്ടിയെ നിരന്തരം ആക്രമിച്ചതായി പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. മിക്കവാറും വീട്ടിൽ വരുമായിരുന്നു. അത് ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല വരുന്നത്. ഈ മോളെ ഉപദ്രവിക്കുന്ന തരം സ്വഭാവക്കാരനായിരുന്നോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് ഏതെങ്കിലും പയ്യന്മാരുടെ പേര് പറഞ്ഞ് ഇവളെ ഉപദ്രവിക്കുന്നതായും ഇവളെ വളരെ മാനസികമായി പീഡിപ്പിക്കുന്നതായും ഇവളെന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പല പ്രാവശ്യം ഇവളോട് പറഞ്ഞു, മോളെ ആ ഒരു റിലേഷൻ വേണ്ട, അതൊരിക്കലും സക്സസ് ആവില്ല എന്ന് ഞാൻ ഇവളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഞാൻ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇവൻ വീട്ടിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് ഇവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഓർത്ത് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവളോടും ചോദിച്ചു, താല്പര്യമുണ്ടെങ്കിൽ നിൻ്റെ വീട്ടുകാരോട് എന്നെ വന്ന് കാണുക, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു 3 വർഷത്തെ സമയം തന്നെയെന്ന് പറഞ്ഞ് 3-4 വർഷത്തെ സമയം തന്നെയെന്ന് പറഞ്ഞു. അതൊരു നല്ല ഒരു ഇതല്ലല്ലോ. അപ്പോൾ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കും, മാനസികമായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തി. ഞമ്മ പറഞ്ഞു, മോളെ ഇതൊരിക്കലും ശാശ്വതമായ കാര്യമല്ല, നിനക്ക് ഇത് ദോഷം ചെയ്യും എന്ന് ഞാൻ പറയാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു വട്ടം ഈ മൂക്കിൻ്റെ പാലം മാത്രം പൊട്ടിയെന്നും പറഞ്ഞ് പൊട്ടി. പിന്നെ ഒരു പ്രാവശ്യം ഈ അടുത്ത ചെവിയുടെ ഇവിടെ പരിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം കണ്ണിൻ്റെ ഇവിടെ പരിക്കുണ്ടായി. പിന്നെ കഴിഞ്ഞതിന് പോലത്തെ ഈ നെറ്റിയുടെ ഇവിടെ 2 കുഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞ് വീണതാന്ന്. അപ്പോൾ വീണതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്നോട്ട് സംശയമുണ്ട്, ഒരാൾ വീണതുണ്ട് പർട്ടിക്കുലർ ഈ ഇവിടെ നോസും ഈ ചെവിയുടെ ഇവിടെ ഈ കണ്ണിൻ്റെ ഇവിടെ മാത്രം പരിക്കുണ്ടാവില്ല. ഒരാൾ വീണിട്ടുണ്ട് വേറെ എവിടെയെങ്കിലും പരിക്കുണ്ടാവും. ഈ പർട്ടിക്കുലർ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരിക്കലും പരിക്കുണ്ടാവില്ല. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടാകുന്നു. അപ്പോൾ അന്ന് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, ഇത് വീണതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ഇത് ആരോ എന്തോ വെപ്പൺ ഉപയോഗിച്ച് ഉപദ്രവിച്ചിട്ടുള്ളതാണ്, ഞാൻ പൊട്ടിയല്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ ബലാത്സംഗം, വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്.